വെല്ലുവിളികളും പ്രതിസന്ധികളും മറികടന്ന് തന്റെ കുറവുകളെ മനോധൈര്യത്തോടെ നേരിട്ട ഒരു കലാകാരൻ. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ മമ്മൂക്ക ധരിച്ച ഒരു ഷർട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ ഷർട്ട് വൈറലാവാൻ ഒരു കാരണമുണ്ട്. മസ്കുലർ ഡിസ്ട്രോഫി മൂലം കൈകാലുകളുടെ ചലനം തടയപ്പെട്ട ഒരു കലാകാരൻ പെയിന്റ് ചെയ്ത ഷർട്ടായിരുന്നു അത്. അതെ, പ്രവാസിയായ ജസ്ഫർ കോട്ടക്കുന്നാണ് ആ കലാകാരൻ. പെയിൻറ്റിങ് ചെറുപ്പം മുതൽ തന്നെ ഒരു താല്പര്യമുള്ളൊരു വിഷയമാണ്. കൈകൊണ്ട് തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ പഠനകാലത്തും ചെയ്തിരുന്നു. പിന്നെ ഈ അസുഖം കാരണം പഠനമൊക്കെ നിർത്തി വീട്ടിലിരുന്ന സമയത്തും എനിക്ക് ആകെപ്പാടുണ്ടായിരുന്ന ഒരു ആശ്വാസം പെയിൻറ്റിങ് ആയിരുന്നു. എനിക്ക് 100% ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, താല്പര്യമുള്ളൊരു കാര്യം എന്ന രീതിയിൽ പെയിൻറ്റിങ് അന്ന് ചെയ്തു പോന്നിരുന്നു. പിന്നീട് ഇതെൻ്റെ ഒരു പ്രൊഫഷനാണ് എന്ന് തിരിച്ചറിയാൻ വീണ്ടും കുറേ സമയം വേണ്ടി വന്നു. പിന്നീട് ഈ അസുഖവും കാര്യങ്ങളൊക്കെ കൂടി വന്നു, മസ്കുലർ അട്രോഫി. അപ്പോൾ ഏതാണ്ട് ഒരു 15 വയസ്സായപ്പോൾ ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി, കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത. ആ സമയത്താണ് പെയിൻറ്റിങ് സത്യം പറഞ്ഞാൽ നിർത്തേണ്ടി വന്നു കുറച്ച് കാലത്ത്. പിന്നെ വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് എഴുതാനാണ് ആദ്യം ഞാൻ വായയിൽ ബ്രഷ് കടിച്ച് പിടിച്ച് ചെയ്യുന്നത്. ആ എഴുത്താണ് പിന്നീട് ചിത്രരചനയിലേക്കും കടക്കുന്നത്. പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്തിരുന്നത് വായുകൊണ്ട് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുണ്ടുകൾക്കിടയിൽ ബ്രഷുകൾ കടിച്ചു പിടിച്ചാണ് ജസ്ഫർ ചിത്രം വരയ്ക്കുന്നത്. എന്നാൽ ആ ചിത്രങ്ങൾക്ക് ജീവന്റെ തുടിപ്പുകളുണ്ട്. പെയിൻറ്റിങ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഈ പ്രയാസങ്ങളെല്ലാം ഒരു സന്തോഷമായിട്ട് മാറിയത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ആ സമയത്ത്. വീട്ടുകാരെല്ലാം ഉണ്ട്. അതോടൊപ്പം നമുക്ക് പെയിൻറ്റിങ്ങിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനൊക്കെ ആയിട്ട് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അത് എനിക്ക് വലിയൊരു സഹായമായിട്ടുണ്ട്. പിന്നെ വായുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന ഒരു പരിഗണന എനിക്ക് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. നീ ഒരു ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് അതിനിപ്പോൾ വായു കൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ കൈകൊണ്ടോ അങ്ങനെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നീ ഒരു ആർട്ടിസ്റ്റാണ്, അത് നീ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു പരിഗണന കിട്ടാത്തത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മാരകമായ രോഗം കിടക്കയിൽ തളച്ചിട്ടപ്പോഴും രോഗത്തിന്റെ വേദനകളെ അതിജീവിച്ച് മൗത്ത് പെയിന്റർ എന്ന നിലയിൽ ചിത്രകലയുടെ ലോകത്ത് സ്വന്തമായ മേൽവിലാസം സൃഷ്ടിക്കുകയാണ് ജസ്ഫർ. രാജ്യാന്തര മൗത്ത് ആൻഡ് ഫ്രൂട്ട് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ലോകത്തെങ്ങുമുള്ള ചിത്രകലാ പ്രതിഭകളെ തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള 20 പേരിൽ ഒരാൾ ജസ്ഫർ ആയിരുന്നു. 2017 ഷെയ്ഖ് ഹംദാനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അത് എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, ഷെയ്ഖ് മുഹമ്മദിനും ഷെയ്ഖ് ഹംദാനൊക്കെ കാണണമെന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ രാജ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടും നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരാളെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ അവർ നേരിട്ട് കാണുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു സമ്മാനം പോലെ ഒരു പെയിൻറ്റിങ് തയ്യാറാക്കിയിരുന്നു. അത് 15 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വരെ വരച്ചാൽ ഏറ്റവും വലിയ പെയിൻറ്റിങ് ആയിരുന്നു അത്. ഏതാണ്ട് 4 മാസം എടുത്തിട്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോ ചെയ്തിരുന്നു, ടൈം ലാപ്സ് വീഡിയോ ആക്കി. അത് ഹംദാൻ കണ്ടു. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് 2021 22 സമയത്താണ് ഗോൾഡൻ വിസ കിട്ടുന്നത്. അപ്പോൾ അതും ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പം പിന്നെ നമുക്ക് ദുബായ് എന്ന് പറയുമ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായുള്ള വെല്ലുവിളികളുണ്ട്. ഒരു പുതിയ ആധുനിക നഗരമാകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടാണ് ഈ നഗരം എന്ന് പറയുന്നത്. ജീവിതപാതയിൽ ആത്മധൈര്യം കൈവിടാതെ ജസ്ഫറിനെ പ്രോത്സാഹിപ്പിച്ച നിരവധി പേരുണ്ടായിരുന്നു. പുതിയ പ്രതീക്ഷകളും പുതിയ പരീക്ഷണങ്ങളുമായി ജസ്ഫർ തന്റെ ജീവിതയാത്ര തുടരുകയാണ്.